വർഷങ്ങൾക്ക് മുൻപ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് ലഡാക്കിലെ മഞ്ഞുപാടുകളിൽ നിന്ന്. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. ഇടക്കാല ജാമ്യത്തിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സിദ്ദീഖ്. ചോദ്യം ചെയ്യലിനായി എത്തിയേക്കുമെന്ന് സൂചന. തുടർ നടപടികളിൽ ഇന്ന് തീരുമാനം. ജമ്മു കാശ്മീരിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 40 മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ. വോട്ടെണ്ണൽ മറ്റന്നാൾ. അതിർത്തികളിലടക്കം കനത്ത സുരക്ഷ. കർണാടകയിലെ മുഡാ ഭൂമി കുംഭകോണ കേസിൽ വിവാദ ഭൂമി തിരികെ നൽകി സിദ്ധരാമയ്യയുടെ ഭാര്യ. തിരികെ നൽകിയത് BN പാർവതിയുടെ പേരിൽ പതിച്ചു നൽകിയ ഭൂമി. നീക്കം സിദ്ധരാമയ്യക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. ലെബനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിത ആക്രമണമെന്ന് ഇസ്രായേൽ. കരയുദ്ധത്തിന് തയ്യാറെന്ന് ഹിസ്ബുള്ള.